അല്ലാഹു അവന്റെ യതഗമ്മദനി അല്ലാഹു ബിഫദ്ലിൻ വറഹ്മ അല്ലാഹുവിന്റെ കാരുണ്യത്തില് അല്ലാഹുവിന്റെ വാത്സല്യത്തില് അല്ലാഹുവിന്റെ സ്നേഹത്തില് അല്ലാഹുവിന്റെ ദയയില് അല്ലാഹുവിന്റെ ഔദാര്യത്തില് അല്ലാഹുവിന്റെ ഫദ്ലില് അല്ലാഹുവിന്റെ സ്നേഹകടാക്ഷത്തില് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ആ കടലില് നമ്മളെ പൊതിഞ്ഞില്ലെങ്കിൽ നമ്മൾ സ്വർഗ്ഗത്തിൽ കടക്കൂല. ഞാൻ കടക്കില്ല, നിങ്ങൾ കടക്കില്ല. ആരാ പറയുന്നത്? മുത്തുനബിയാ പറയുന്നത്. ആരോടാ പറയുന്നത്? സഹാബത്തിനോടാ പറയുന്നത്. ഉമ്മാ പെങ്ങളെ, റഹ്മത്തില്ലെങ്കിൽ സ്വർഗ്ഗമില്ല, റഹ്മത്തില്ലെങ്കിൽ സ്വർഗ്ഗമില്ല, റഹ്മത്തില്ലെങ്കിൽ ഹൗൽ കൗസറില്ല, റഹ്മത്തില്ലെങ്കിൽ അതേ മഹ്ശറിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമില്ല, റഹ്മത്തില്ലെങ്കിൽ അർശിന്റെ തണലില്ല, റഹ്മത്തില്ലെങ്കിൽ ഹുസ്നുൽ ഖാതിമയില്ല, റഹ്മത്തില്ലെങ്കിൽ നല്ല മരണമില്ല, റഹ്മത്തില്ലെങ്കിൽ നല്ല ജീവിതമില്ല, റഹ്മത്തില്ലെങ്കിൽ അതേ വീട്ടിൽ സന്തോഷമില്ല, റഹ്മത്തില്ലെങ്കിൽ വീട്ടിൽ ബറക്കത്തില്ല, റഹ്മത്തില്ലെങ്കിൽ കുടുംബത്തിൽ സന്തോഷമില്ല. റഹ്മത്ത് വേണം. ആ റഹ്മത്താണ് റബ്ബിനോട് ചോദിക്കുന്നത്. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. നമ്മൾ ഈ പത്തിൽ ചോദിക്കുന്ന ദിക്ർ എന്താണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. എല്ലാ വേദനകളും റഹ്മത്താണ്. എല്ലാ വേദനയും ക്ഷമിച്ചാൽ റഹ്മത്താണ്. ഒരാൾക്കൊരു തലവേദന ഉണ്ട്, ക്ഷമിച്ചാൽ റബ്ബ് തന്നതാ എന്ന ബോധത്തോടെ ക്ഷമിച്ചുകൊണ്ട് ട്രീറ്റ്മെന്റ് നടത്തിയാൽ റഹ്മത്താണ്. ഒരാൾക്ക് ക്യാൻസർ വന്നാൽ, ഒരാൾക്ക് ബ്ലഡ് ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, ഒരാൾക്ക് തൈറോയിഡിന്റെ അസുഖം വന്നാൽ, ഉമ്മമാരെ പല സ്ത്രീകൾക്കും ഗർഭപാത്രത്തിൽ മുഴയാണ്. അല്ലാഹു തആല സലാമത്ത് നൽകട്ടെ, അല്ലാഹു തആല സന്തോഷം നൽകുമാറാകട്ടെ. അല്ലാഹു തആലക്ക് ക്ഷമിച്ചുകൊണ്ട്, അല്ലാഹുവിനോട് ക്ഷമിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് അതേ നമ്മൾ ആ രോഗത്തെ സ്വീകരിച്ചാൽ അതും റഹ്മത്താണ്. എല്ലാ വേദനകളും റഹ്മത്താണ്, എല്ലാ ബുദ്ധിമുട്ടും റഹ്മത്താണ്. സുബ്ഹാനല്ലാഹ്. മുത്തുനബി പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിക്കുന്നത്? മിൻ മിഹ്നത്തിൻ വ ബലിയത്തിൻ വ അലമിൻ വ മശഖത്തിൻ ഫഹുവ ഇൻ കാന അദാബൻ വ അലമൻ ഫിൽ ളാഹിരി ഇല്ലാ അന്നഹു ഹിക്മതൻ വ റഹ്മതൻ ഫിൽ ഹഖീഖ. അതേ ദാരിദ്ര്യമുണ്ടാകുക, പ്രയാസമുണ്ടാകുക, അത് അല്ലാഹുവിന്റെ പരീക്ഷണമാണെന്ന് ചിന്തിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് ക്ഷമിച്ചാൽ അല്ലാഹ് റഹ്മത്ത് കൊണ്ട് നമ്മളെ പൊതിയുക തന്നെ ചെയ്യും. രോഗം ക്ഷമിച്ചാൽ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ക്ഷമിച്ചതുപോലെ, മുത്തുനബി ക്ഷമിച്ചതുപോലെ, അതേ മഹാന്മാരായ അമ്പിയാക്കൾ ക്ഷമിച്ചതുപോലെ, സഹാബത്ത് ക്ഷമിച്ചതുപോലെ ക്ഷമിച്ചോ. അതൊക്കെയും റഹ്മത്താണ്, അതൊക്കെയും സന്തോഷമാണ്. അതേ എന്തിനേറെ പറയുന്നു, നരകം പടച്ചത് തന്നെ റഹ്മത്തിനാണ്. എന്താ കാരണം? ആ നരകത്തിനെ പേടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകും, അതിനു വേണ്ടി പണിയെടുക്കും. അതുകൊണ്ട് നരകം നമുക്ക് റഹ്മത്താണ്. കാരണം ആ നരകത്തിനെ പേടിച്ച്, നരകത്തിലെ അദാബ് പേടിച്ച് സ്വർഗത്തിലേക്ക് പോകാനുള്ള അമല്, നമ്മൾ സ്വർഗത്തിൽ കടക്കാനുള്ള കാരണം നരകമാണല്ലോ. നരകത്തിന്റെ ചൂട് തട്ടാൻ പാടില്ലല്ലോ, നരകം എന്നെ തൊടാൻ പാടില്ലല്ലോ, നരകം ഹറാമാകണമല്ലോ. അതല്ലേ നമ്മൾ നിസ്കാര
നിസ്കാരത്തിൽ 5 വക്ത നിസ്കാരത്തിലും ചോദിക്കുകയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വ മിൻ അദാബിൻ നാർ. പടച്ചവനെ ഖബറിലെ ശിക്ഷയെ തൊട്ട് നരകത്തിന്റെ ശിക്ഷയെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അല്ലേ നരകത്തിനെ തൊട്ട് കാവൽ ചോദിക്കാത്ത നിസ്കാരം ഏതാണ്? ഒരു നിസ്കാരവുമില്ല. എല്ലാ നിസ്കാരത്തിലും നരകത്തിനെ കാവൽ ചോദിക്കുകയാണ്. നമ്മളതാ സുബ്ഹിക്ക് ശേഷം 7 വട്ടം ചോദിക്കുന്നു, മഗ്രിബിന് ശേഷം 7 വട്ടം ചോദിക്കുന്നു. അല്ലാഹ് ജ്വലിക്കുന്ന തീകുണ്ഡം അതേ 70 ഇരട്ടി 69 ഇരട്ടി തീയാണ് നരകത്തില്. ആ 70-ൽ നിന്ന് ഒരൊറ്റ ഭാഗം മാത്രമാണ് ദുനിയാവിലേക്ക് അല്ലാഹ് അതേ തന്നത്. ആ തീയിന്റെ ചൂട് തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. അതിനേക്കാൾ 69 ഇരട്ടി ചൂടുള്ള നരകം. ഓ ഉമ്മ, ഓ പെങ്ങളെ, തൊട്ട് കാവല് ചോദിക്കേണ്ട 10 അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ വഅഊദു ബിക മിനൻ നാർ. അല്ലാഹു നരകം നമുക്ക് ഹറാമാക്കട്ടെ, നമ്മുടെ മാതാപിതാക്കൾക്ക് ഹറാമാക്കട്ടെ, നമ്മുടെ കുടുംബത്തിന് ഹറാമാക്കട്ടെ, നമ്മുടെ ഭാര്യ മക്കൾക്ക് ഹറാമാക്കട്ടെ. സുബ്ഹാനല്ലാഹ്. തെറ്റ് ചെയ്താൽ ഭയാനകരമായ നരകത്തിൽ അകപ്പെടുമെന്ന് ഭയക്കുന്ന മനുഷ്യൻ ഒരിക്കലും തെറ്റ് ചെയ്യൂല. സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന മനുഷ്യൻ പോലീസ് ജീപ്പ് കാണുമ്പോൾ അവൻ ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെക്കുന്നു. ക്യാമറ കാണുമ്പോൾ അവൻ സീറ്റ് ബെൽറ്റ് ഇടുന്നു. ഇതാരെ പേടിച്ചിട്ടാണ്? അവന് ഫൈന് വരുമെന്നുള്ള പേടിയാണ്. അതേ ഹെൽമെറ്റ് തലയിൽ വെക്കുകയാണ്. എന്തിനാ? പോലീസ് പിടിച്ചാൽ ഫൈനാണ്. അതേ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ എന്താണ്? പോലീസിന്റെ ക്യാമറയിൽ, അതേ ഗവൺമെന്റിന്റെ ക്യാമറയിൽ പെട്ടാൽ ഫൈൻ അടക്കണം. അതിനൊരുപാട് പണിയുണ്ട്. ഇങ്ങനെയെല്ലാം നമ്മളെ പേടിക്കുന്നു. ഇതുപോലെ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ട് യാത്ര ചെയ്യുന്നു, ഹെൽമെറ്റ് ഇട്ട് യാത്ര ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. ഇതുപോലെ നരകത്തിനെ പേടിച്ചാൽ ഒരാളും തെറ്റ് ചെയ്യൂല, ഒരാളും തെറ്റ് ചെയ്യൂല. നരകം അറിയാത്തത് കൊണ്ടാണ്, നരകം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് തെറ്റിലേക്ക് മനുഷ്യൻ പോകുന്നത്. 17 റക്അത്ത് ഫർള് നിസ്കാരത്തിലെ ഫാത്തിഹയിൽ നിർബന്ധമായും 2 തവണ അല്ലാഹു റഹ്മാനാണെന്നും 2 തവണ അല്ലാഹു റഹീമാണെന്നും നാം വിശേഷിപ്പിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി ഓതാതെ ഫാത്തിഹ സഹിയാകുമോ? ഇല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു റഹ്മാനാണ്, റഹീമാണ്. എന്നിട്ട് ഫാത്തിഹയിൽ വീണ്ടും വരുന്നു അർ റഹ്മാനിർ റഹീം. അല്ലാഹു റഹ്മാനാണ്, റഹീമാണ്. അല്ലേ? അതേ 17 റക്അത്ത് ഫർള് നിസ്കാരത്തിൽ ഫാത്തിഹയിൽ നിർബന്ധമായും 2 തവണ അല്ലാഹു റഹ്മാനാണ്, അല്ലാഹു റഹീമാണെന്ന് പറയുന്നു. സുബ്ഹാനല്ലാഹ്. റബ്ബിന്റെ കാരുണ്യത്തിന്റെ അതേ കടാക്ഷത്തിന് അതിരില്ലല്ലോ, അളക്കാൻ കഴിയില്ലല്ലോ. ആ റബ്ബ് ചെയ്തെന്ന കാരുണ്യം ഒരിക്കലും അളക്കാൻ കഴിയില്ലല്ലോ. ഇനി നിങ്ങൾ നോക്ക്, മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത്, ആ റഹ്മത്ത് അതിനെ അളന്നു കഴിഞ്ഞാൽ അതിന് കണക്കില്ല, ഒരിക്കലും കണക്കില്ല. നമ്മളോടല്ല പറഞ്ഞത് എന്താണ്? നിങ്ങൾ നിസ്കരിക്കണം, കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യണം, കഴിവുണ്ടെങ്കിൽ നോമ്പ് നോൽക്കണം. ഇതല്ലേ റബ്ബ് പറഞ്ഞത്? ആ റബ്ബ് തരുന്നത് എന്താണ്? കൊടുക്കുന്നതിനേക്കാൾ റബ്ബ് തരികയല്ലേ നമുക്ക്, അല്ലേ?
നമുക്ക് വീട് തന്നു, മക്കളെ തന്നു, ഭാര്യയെ തന്നു, അല്ലേ, കൈകാലികൾ തന്നു, കാണാൻ കണ്ണ് തന്നു. സുബ്ഹാനല്ലാഹ്. ഈ കണ്ണിന് വല്ല തകരാറും സംഭവിച്ചാൽ, ആ കണ്ണിന് വല്ല തകരാറും സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒന്നും ചെയ്യാൻ കഴിയില്ല. കാതിന് വല്ലതും സംഭവിച്ചാൽ നിങ്ങൾ പറയും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട് മണിപ്പാലിലൊക്കെ, പോയി വന്നാലോ അള്ള തന്ന കണ്ണിനെ പോലെ ആകുമോ? പിന്നെ നമ്മൾ തിരിച്ചു വരുന്നത് കൈക്ക് കാലിനൊരു പൊട്ട് സംഭവിച്ചാൽ കുരുക്കളെ കാണിച്ച് അത് കെട്ടി അത് മരുന്ന് വെച്ചൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതേപോലെയുള്ള കാലാകുമോ? ഇല്ല. എന്തെങ്കിലും ഒരു ചെറിയ ട്രബിള്, വീക്ക്നെസ് ആ കാലിനുണ്ടാകാം, ചെറിയൊരു വീക്ക്നെസ് ആ കൈക്കുണ്ടാകാം, എല്ലാറ്റിനും ഉണ്ടാകാം. ഇതുപോലെ തന്നെ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്താൽ, കിഡ്നി മാറ്റിവെച്ചാൽ, കാല് മാറ്റിവെച്ചാൽ, ഇതൊക്കെയും റബ്ബ് സൃഷ്ടിപ്പിൽ തന്നതിനപ്പുറം പടച്ച റബ്ബേ എന്തെങ്കിലും ഒരു വീക്ക്നെസ് അതേ ഉണ്ടാകുമല്ലോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ആ റബ്ബിന്റെ കരുണക്ക് അതിരുണ്ടോ? ഇല്ലേ?